ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു പുളി തിരുമിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറിയൊന്നും തികയാത്ത ടൈമിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടെടുക്കണ ഒരു ചമ്മന്തിയാണ് ഇട്ടത്. പിന്നെ അധികം എരിവൊന്നും ഇല്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ, പരിപ്പ് കറി മോര് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ ഈ ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കാന്താരി മുളകൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുളി തിരുമിയത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുളി തിരുമ്മിയത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. കഞ്ഞിവെള്ളം ആണെങ്കിൽ കുറച്ച് കൊഴുത്തൊരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി കിട്ടും. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാള ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സവാളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണ ആ ഒരു സമയം മാത്രം പുളി ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചാലും മതിയിട്ട്. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമല്ലോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ അതേ സവാളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റും ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗി ഇതുപോലെ സവാള ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 3 വെള്ള കാന്താരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് പച്ചമുളകാണെങ്കിലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണോളം മതിയാകും. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കാന്താരി മുളകും ഉപ്പും മുളകും സവാളയും പുളിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മിക്സായിട്ട് വരുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം. സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ, എന്നാലാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കൈകൊണ്ട് ഇതുപോലെ തിരുമി യോജിപ്പിച്ചെടുത്താൽ മാത്രമാണ് പുളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ സവാളൊക്കെ നല്ലോണമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ നല്ലോണം ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാന്താരി മുളകുണ്ടല്ലോ, അതൊന്ന് ഉടച്ചു കൂടെ കൊടുക്കണുണ്ട് കേട്ടോ. എന്നാലാണ് അതിലത്തെ ആ ഒരു എരിവും ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ ഒരു ചമ്മന്തിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട്, പുളി തിരുമ്മിയത് റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളി തിരുമ്മിയതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്